കാത്തിരിപ്പിൻ്റെ ഡയറിയുടെ 9-ാം ദിവസം 24/5/2024 വെള്ളിയാഴ്ച അവധിയായിരുന്നു അന്ന്. അങ്ങനെ അവൻ ഭക്ഷണമെല്ലാം കഴിച്ച് റൂമിലെത്തി. റാസി കരുതി ഇന്ന് വെള്ളിയാഴ്ചയൊക്കെ അല്ലേ, ഏതായാലും നേരത്തെ എണീറ്റു, നാട്ടിലൊക്കെ ഒന്ന് വിളിക്കാം എന്ന് വിചാരിച്ച് അവൻ ഫോണെടുത്ത് നാട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ചു. കോളെല്ലാം കട്ട് ചെയ്ത ശേഷം അവനിക്കെന്തോ ആകെ മൂഡ് ഓഫായി. വേണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയായിരുന്നു എന്നായൊരു മൈൻഡായി മാറി അവനക്ക്. അതിനൊരു കാരണമുണ്ട്. അവർക്കൊരു നാട്ടിൽ പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് പേരിലാക്കുന്ന വിഷയങ്ങളും അതുമായിട്ട് ഒരുപാട് കാലമായി പ്രശ്നം നടക്കുന്നു. പക്ഷേ ഇത് സാറക്ക് മാത്രമേ അറിയൂ. ഇവൻ സാറയോടെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാറ പറയും, ഒരിക്കലും നീ അവർക്കത് എഴുതി കൊടുക്കരുത്, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, നീ ഒരിക്കലും കൊടുക്കരുത് എന്ന് സാറ് പറയുമായിരുന്നു. ആ വിഷയമായിരുന്നു ഇന്ന് നടന്നത്. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി വീട്ടിൽ വിളിച്ചപ്പോൾ. ഇന്ന് ആ ഫോൺ കട്ട് ചെയ്തപ്പോൾ അവനക്ക് തോന്നിയത് എല്ലാം ആർക്കെങ്കിലും വിറ്റ് എവിടേക്കെങ്കിലും പോയാലോ എന്ന് വരെ തോന്നിപ്പോയി. പക്ഷേ ആകെ ടെൻഷനായിപ്പോയി. എന്നും ഈ ഒരു പ്രശ്നവും കാര്യങ്ങളും, ആകെ മൂഡ് ഓഫാണ്. ഇങ്ങനെയൊരു ദിവസം റാസി മനസ്സിൽ കരുതി വല്ല ബ്രോക്കറേയും കണ്ട് ആ സ്ഥലം ഒന്ന് എങ്ങനെയും കച്ചവടമാക്കി കഴിഞ്ഞാൽ ആ റിസ്ക് തന്നെ ഒഴിവായി. പിന്നെ ആർക്കാച്ച കൊടുക്കേണ്ടവർക്ക് കൊടുക്കുകയും ചെയ്യുക, പിന്നെ നമുക്കതിൻ്റെ ടെൻഷനില്ലല്ലോ. റാസി ഒരുപാട് കാലമായി ആ പ്രോപ്പർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. അവനക്ക് കിട്ടുന്നതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച് ഓരോ സംഭവങ്ങൾ അവിടെ ഉണ്ടാക്കി. റാസി അങ്ങനെ ഉച്ചയ്ക്ക് പള്ളിയിലൊക്കെ പോയി തിരിച്ച് ഭക്ഷണമെല്ലാം കഴിച്ച് വന്നു. അങ്ങനെ അവൻ നാട്ടിലേക്കൊന്ന് വിളിച്ചു. നാട്ടിൽ അവൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, സ്ഥലക്കച്ചവടക്കാരനാണ്. അവനക്കൊന്ന് വിളിച്ച് അവനോട് പറഞ്ഞു കാര്യം, ഇങ്ങനെയുണ്ട് എൻ്റെ സ്ഥലത്തിന്, ഇനി നല്ല പാർട്ടി ഉണ്ടെങ്കിൽ ഒന്ന് പറയും. ഒരു പ്രാവശ്യം ഇതുപോലെ പേരിലാക്കുന്ന വിഷയം വീട്ടിലുണ്ടായപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഞാൻ നിങ്ങളെ പേരിൽ എഴുതി തരാം, എന്നെ വിട്ടേക്ക്, എനിക്കിതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ സാറ അവൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. നിനക്കെന്താ പ്രാന്താണോ, നീ കഷ്ടപ്പെട്ട മുതൽ അവർക്ക് വെറുതെ കൊടുക്കാൻ, ഇനി ഏതായാലും കുഴപ്പമില്ല, എന്തായാലും ബ്രോക്കർ എത്ര കിട്ടും സ്ഥലത്തിന് എന്ന് പറയട്ടെ, അതിനുശേഷം തീരുമാനിക്കാൻ ബാക്കി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവൻ കുറച്ച് നേരം ഒന്ന് കിടക്കാം എന്ന് വിചാരിച്ചിട്ട് ബെഡിൽ കിടന്നു. അപ്പോൾ ഫോണും നോക്കി. അപ്പോഴാണ് അവൻ്റെ സാറ അപ്പുറത്തിരിപ്പുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് അവനക്ക് കിട്ടിയത്. ഒരുപാട് ഹാപ്പിയായി, മനസ്സിനെന്തോ ഒരു സുഖം പോലെ. രാവിലത്തെ ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവനിന്ന് കളിക്കാനൊന്നും പോകുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ മനസ്സിന് ഒരു ധൈര്യവും ഒരു എനർജിയും എല്ലാം കൊണ്ട് സാറയുടെ ആ ഒരു മെസ്സേജ്, അത് മതിയായിരുന്നു അവനിക്ക്. റാസി അങ്ങനെ 5 മണിയാകുമ്പോഴേക്കും ഗ്രൗണ്ടിലെത്തി പ്രാക്ടീസ് തുടങ്ങി. കളിയെല്ലാം കഴിഞ്ഞ് റാസി റൂമിലെത്തി. റാസിക്ക് അവൻ്റെ സാറ എല്ലാത്തിനും ധൈര്യവും സപ്പോർട്ടും തന്ന് അപ്പുറത്ത് ഇരിപ്പുണ്ട് എന്നുള്ളൊരു വിശ്വാസവും, അവൻ്റെ സാറ പഴയതിലും ഉഷാറായിട്ട് തിരിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയും കൊണ്ട് അന്നത്തെ ആ ഒരു ദിവസം കടന്നുപോയി.